ഹലോ ഗൈസ്, എങ്ങനെ നല്ല രീതിയിൽ ചട്ടി മായ്ക്കുക എന്നുള്ളൊരു വീഡിയോ ആണിത്. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രണ്ട് ഇൻഗ്രീഡിയൻറ്റ്സ് മാത്രം മതി നമുക്ക് ഈ ചട്ടി മായ്ക്കാനായിട്ട്. ഒന്ന് കഞ്ഞിവെള്ളമാണ്, പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞത് മഞ്ഞൾപ്പൊടി. ഈ കഞ്ഞിവെള്ളം തലേ ദിവസത്തെയോ ഇന്നത്തെയോ ഏത് വേണമെങ്കിലും എടുക്കാം, നിറച്ച് വേണമെങ്കിലും ഒഴിക്കാം. കുറച്ച് നമ്മളിതിലേക്ക് ഒഴിച്ചിട്ട് ചട്ടി വയ്ക്കുക, ഗ്യാസ് അടുപ്പ് കത്തിക്കുക. ഗ്യാസ് അടുപ്പ് കത്തിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇനി ആവശ്യം. വേണ്ട ഇത്രയും മഞ്ഞൾപ്പൊടി എടുക്കുക. ഇത്രയും മഞ്ഞൾപ്പൊടി എടുത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത്രയും മഞ്ഞൾപ്പൊടി എടുത്ത് ചട്ടിയിലേക്ക് ഇടുക. അത് സ്പൂൺ വെച്ച് ഇളക്കി നന്നായി യോജിപ്പിച്ചതിന് ശേഷം അത് തിളയ്ക്കാനായിട്ട് നമ്മൾ വയ്ക്കുക. തിളച്ച് ഒരു 10 മിനിറ്റ് നേരത്തെ തിള വേണം നമുക്ക് വേണ്ടത്. അതുവരെ നമ്മൾ നോക്കാം. പല രീതിയിലും ചട്ടി മായ്ക്കാറുണ്ട്. സാധാരണ വെള്ളം തിളപ്പിച്ച് മാത്രം ചട്ടി മായ്ക്കുന്നവരുണ്ട്, കഞ്ഞിവെള്ളം മാത്രം ഉപയോഗിച്ച് ചട്ടി മായ്ക്കുന്നവരുണ്ട്, പിന്നെ ചേമ്പിലയും തണ്ടും ഉപയോഗിച്ച് ചട്ടി മായ്ക്കുന്നവരുണ്ട്. ഈ ചേമ്പിലയും തണ്ടുമാണ് അമ്മമാരും കൂടുതൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. ഈ രീതി എനിക്ക് പറഞ്ഞു തന്നത് മൺപാത്രം, ഈ ചട്ടി ഞാൻ മേടിച്ച ആൾ തന്നെയാണ് എനിക്ക് ഈ രീതിയും പറഞ്ഞു തന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചട്ടി പെട്ടെന്ന് പൊട്ടിപ്പോകുമെന്നൊന്നും പേടിക്കേണ്ട. പഴയ രീതികളിലൊക്കെ ചെയ്യുമ്പോൾ പലരും കറി വയ്ക്കുമ്പോൾ പൊട്ടിപ്പോവുകയാണ്, ശരിയാകുന്നില്ല എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ചട്ടി ശ്രദ്ധിച്ച് മേടിക്കണം. എന്നാൽ മാത്രമേ ഏത് രീതിയിൽ നമ്മൾ ചെയ്താലും ചട്ടി പൊട്ടിപ്പോകാതെ കിട്ടുകയുള്ളൂ. പൊട്ടലോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നോക്കി വേണം മേടിക്കാൻ. ചട്ടി പൊട്ടിപ്പോകുക എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ചട്ടി മയപ്പെടാത്തതുകൊണ്ടാണ്. ചട്ടി പല കറികളും നമ്മളിങ്ങനെ വെച്ചാണ് മയപ്പെട്ട് വരുന്നത്. ഇതുപോലുള്ള ചട്ടികൾ, മൺപാത്ര കളറിലുള്ള ചട്ടികളിലൊന്നും ഉടനെ തന്നെ കടുക് പൊട്ടിക്കാതിരിക്കുക. മറ്റേ കറുത്ത ചട്ടികളിലാണെങ്കിൽ കുഴപ്പമില്ല. ആ കടുക് പൊട്ടിക്കാം. ഇപ്പോൾ നന്നായിട്ട് കഞ്ഞിവെള്ളം നന്നായിട്ട് പതഞ്ഞ് ചെറുതായിട്ട് വരുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് ഒരു 10 മിനിറ്റ് വേണം നമുക്കങ്ങനെ വയ്ക്കാനായിട്ട്. അപ്പോൾ തിളയ്ക്കുന്നുണ്ട്, നന്നായിട്ട് തിളയ്ക്കട്ടെ. അപ്പോൾ നമുക്കിങ്ങനെ ഒരു കറിയൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ അതിനകത്ത് കടുക് പൊട്ടിക്കാവൂ. അല്ലാതെ നമ്മൾ തുടക്കത്തിലെ കടുക് പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് മയപ്പെടാത്ത ചട്ടികളാണ്. അതാണ് പലരും ചെയ്യുന്ന ഒരു തെറ്റ്. അങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പല ചട്ടികളും നമ്മൾ നന്നായിട്ട് ഈട് നിൽക്കും. അപ്പോൾ നന്നായിട്ട് തിള വരുന്നുണ്ട്. കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടാലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ മൺപാത്രങ്ങളിൽ പിന്നെ നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ ഒരു മൺചോവ ഉണ്ടാകാതെ നന്നായിട്ട് തന്നെ നമുക്ക് കറി വെച്ച് എടുക്കാവുന്നതാണ്. പല രീതിയിൽ ചെയ്ത് കഴിയുമ്പോഴും ഇങ്ങനെ മണ്ണിൻ്റെ ചുവയാണ്, കറിക്കൊക്കെ മൺചുവ അനുഭവപ്പെടുന്നെന്ന് പറയും. അത് ഇതിലുണ്ടാകത്തില്ല. അപ്പോൾ 10 മിനിറ്റ് തിളച്ചു. ഞാൻ ചട്ടി സോപ്പിട്ട് തന്നെയാണ് കഴുകി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇത് ഞാൻ പുറത്തെടുത്തുകൊണ്ട് വന്നിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ ഈ വീഡിയോ. ഇതിനകത്ത് ഞാൻ കഴുകി നന്നായിട്ട് തുടച്ച് കഴിഞ്ഞതിന് ശേഷം വെളിച്ചെണ്ണ മൊത്തം ചുറ്റിനുമായിട്ട് തേച്ച് ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്. കണ്ടോ, ചട്ടിയുടെ എല്ലാ ഭാഗത്തും അത് പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.